ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു റാസ്ബെറി പൈയിലേക്ക് എങ്ങനെയാണ് ഒരു റോസ് ഇൻസ്റ്റാൾഡ് ഉബുണ്ടു സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ്. നമ്മളിൽ പലരും റോബോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കും മൊബൈൽ റോബോട്ട്സോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റേഴ്സോ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളുടെ സിസ്റ്റം ആയിരിക്കും ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് റാസ്ബെറി പൈ വെക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ റാസ്ബെറി പൈയിൽ എങ്ങനെയാണ് ഒരു റോസ് ഇൻസ്റ്റാൾ ഉബുണ്ടു സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. റാസ്ബെറി പൈയിൽ ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു SD കാർഡ് ഉണ്ടാകും. ആ ഒരു ഡിസ്കിലേക്ക് നമ്മളുടെ ഒരു ഉബുണ്ടു OSൻ്റെ ഇമേജ് നമ്മൾ റൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് റോസ് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഉബുണ്ടുവിൻ്റെ OS അവൈലബിൾ ആണ്. അതിനുവേണ്ടി ഉബിക്വിറ്റി റോബോട്ടിക്സ് ഡൗൺലോഡ്സിൽ നിന്ന് റാസ്ബെറി പൈ ഇമേജ് എന്ന ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒരുപാട് റാസ്ബെറി പൈ ഇമേജസ് അവൈലബിൾ ആയിരിക്കും. അതിൽ ലേറ്റസ്റ്റ് ആയ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്തത് ഒരു കിനറ്റിക്കിൻ്റെ റോസ് വേർഷനാണ്. അതിനുശേഷം നമുക്ക് SD കാർഡിലേക്ക് ഈ ഒരു ഇമേജ് റൈറ്റ് ചെയ്യണം. അതിനായി gnome-disk-utility എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഡിസ്ക് എന്ന് സെർച്ച് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, SD കാർഡ് സെലക്ട് ചെയ്യുക, തെറ്റിപ്പോകരുത്. റീസ്റ്റോർ ഡിസ്ക് ഇമേജ്, എവിടെയാണോ നമ്മളുടെ ഇമേജ് കിടക്കുന്നത് അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക. കുറച്ച് സമയങ്ങൾ കൊണ്ട് നമ്മളുടെ SD കാർഡിലേക്ക് റോസ് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളൊരു ഉബുണ്ടു വേർഷൻ റൈറ്റ് ചെയ്യപ്പെടും. അതിനുവേണ്ടി റാസ്ബെറി പൈ എടുക്കുക, SD കാർഡ് ഇൻസേർട്ട് ചെയ്യുക, അതിനുശേഷം പവർ ഓൺ ചെയ്യുക. റാസ്ബെറി പൈ പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഉബുണ്ടു ബൂട്ടാകും. നമുക്ക് ബൂട്ടായി എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഉബുണ്ടു ഉബിക്വിറ്റിൻ്റെ ഈ ഒരു റോസ് ഇൻസ്റ്റാൾഡ് ഉബുണ്ടു ഒരു ഹോട്ട്സ്പോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ആ ഹോട്ട്സ്പോട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ SSH കണക്ഷൻ വഴി നമുക്ക് റാസ്ബെറി പൈയുടെ റിമോട്ട് ഡെസ്ക്ടോപ്പ് എടുക്കാം. ഓക്കെ, റൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് റാസ്ബെറി പൈയുടെ സ്ലോട്ട്, SD കാർഡിൻ്റെ സ്ലോട്ടാണ്. അതിനുശേഷം പവർ ഓൺ ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഉബിക്വിറ്റി റോബോട്ട് എന്നൊരു വൈഫൈ ഉണ്ടാകും. അതിൽ റോബോട്ട്സ് എവരിവെയർ എന്നാണ് പാസ്വേഡ്. ആ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് റോബോട്ട്സ് എവരിവെയർ ആ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുക. നമ്മളുടെ റാസ്ബെറി പൈയിലേക്ക് SSH ചെയ്യുക. SSH ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കമാൻഡ് SSH ഹോസ്റ്റ് നെയിം അറ്റ് അതിൻ്റെ IP അഡ്രസ്. ഉബുണ്ടു ആണ് ഇവിടെ ഹോസ്റ്റ് നെയിം. ഈ ഒരു റാസ്ബെറിയുടെ പ്രത്യേകത ഓൺ ബൂട്ട് തന്നെ റോസ് എനേബിൾഡ് ആയിരിക്കും. അതുപോലെ തന്നെ ചില പർട്ടിക്കുലർ പാക്കേജസും ഓൺ ബൂട്ട് എനേബിൾ ആവുന്നുണ്ട്. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പാക്കേജസ് നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് റിമോട്ട് ഡെസ്ക്ടോപ്പ് ആണ്. അതിനുവേണ്ടി ടൈറ്റ് VNC സെർവർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി sudo apt install tight VNC server ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കും. നമ്മളിപ്പോൾ റാസ്ബെറിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അടുത്തായിട്ട് നമുക്ക് സിസ്റ്റത്തിൽ അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ വെബ്സൈറ്റാണിത്. അതിൽ നിന്ന് VNC ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് കൊടുക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ചേറെ നേരം എടുക്കും. ഓക്കെ, VNC ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. VNC എന്ന് സെർച്ച് ചെയ്യുക. ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. നമുക്ക് റാസ്ബെറിയുടെ റിമോട്ട് ഡെസ്ക്ടോപ്പ് ആണ് വേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ IP അഡ്രസ് :ഡെസ്ക്ടോപ്പ് നമ്പർ കൊടുത്താൽ കണക്റ്റ് ആകും. റാസ്ബെറിയുടെ റിമോട്ട് ഡെസ്ക്ടോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ടൈറ്റ് VNC സെർവറിന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഫസ്റ്റ് ടൈം നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ പാസ്വേഡ് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഈ പാസ്വേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡെസ്ക്ടോപ്പ് എടുക്കുക. VNC അതിൻ്റെ ആപ്പ് എടുക്കുക, IP:1 എന്ന ഇതിലേക്ക് കണക്ട് ചെയ്യുക. നമുക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയുടെ ആവശ്യമില്ല. കാരണം ഫസ്റ്റ് ടൈം തന്നെ ഇത് ഓൺ ബൂട്ട് ചെയ്യുമ്പോൾ ഇത് സ്വന്തമായിട്ടൊരു ഹോട്ട്സ്പോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആ IP-യിലേക്കാണ് നമ്മൾ SSH ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ പോലും നമുക്കൊരു ഡിസ്പ്ലേയുടെ ആവശ്യം വരില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, റോസ് ഇൻസ്റ്റാൾഡ് ആണ്. നമുക്കപ്പോൾ ആ സ്റ്റെപ്സ് ഒന്നും പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.